മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം അനുഭവിച്ചറിയാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫുജേറ നേഴ്സസ് കൂട്ടായ്മയിൽ നിന്നുള്ള നേഴ്സുമാർ തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മോട് പങ്കുവെക്കുമ്പോൾ കർത്താവിൻ്റെ സാക്ഷികളായി നമ്മെയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വിൻസി, ജീവിത പങ്കാളി വിൽസൺ. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണുള്ളത്. 19 വർഷമായി ഞാൻ ഫുജറയിൽ വർക്ക് ചെയ്യുന്നു. തൃശ്ശൂരാണ് ഞങ്ങളുടെ വീട്. എൻ്റെ പേര് പ്രിൻസി, എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് റെജി. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ്. ഞാൻ ദുബായിൽ വന്നിട്ട് 9 മാസമാകുന്നു. കൽബയിൽ ഞാൻ ജോലി ചെയ്യുന്നു. നാട്ടിൽ ഞങ്ങൾ പത്തനംതിട്ടയിലാണ്. ചേച്ചി നേഴ്സസ് മിനിസ്ട്രിയിൽ ഒരു ആക്റ്റീവ് മെമ്പറാണല്ലോ. ഈ കൂട്ടായ്മയിലൂടെ ചേച്ചിക്ക് ഉണ്ടായ ബോധ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പങ്കുവയ്ക്കാമോ? നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയൊരു ബോധ്യം, നമ്മളെപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് ഏത് പ്രതിസന്ധികളിലും അത് തരണം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം. 2016 എന്നെ 16 തുടങ്ങുന്ന ആ സമയങ്ങളിൽ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് 1-2 മിനിറ്റ് നേരത്തേക്ക് ബ്രത്ത് എടുക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ 1-2 മിനിറ്റ് നേരത്തേക്ക് ബ്രത്ത് എടുക്കാൻ പറ്റാതെ അതൊരു തോന്നലായിരിക്കും. പിന്നെ ആളങ്ങ് ഓക്കെ ആവും. പിന്നെ നടക്കാൻ പോണ സമയത്തൊക്കെ ആൾ പറയും, എനിക്ക് ചെറുതായിട്ട് വീണ്ടും അങ്ങനെ തോന്നുന്നുണ്ടെന്ന്. അപ്പം ഞാനിത് ജസ്റ്റ് വെറുതെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ കാർഡിയോളജിസ്റ്റിനോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോയി ഒരു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര മടിയുള്ള ആളാണ്. പക്ഷേ അതിനിടയ്ക്ക് ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ആൾക്ക് പെട്ടെന്നൊരു ചെസ്റ്റ് പെയിൻ വന്ന്, ചെറുതായിട്ടൊരു പെയിനും സ്വെറ്റിങ്ങൊക്കെ വന്നു. ഞങ്ങൾ എമർജൻസി പോയി. ECG എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ECG കണ്ടിട്ട് യാതൊരു പ്രോബ്ലം ഇല്ല, എന്തെങ്കിലും മസിൽ പെയിൻ ആയിരിക്കുമെന്ന് പറഞ്ഞു ഡോക്ടർ. ഓക്കെ, ഞാൻ എങ്കിലും എൻ്റെ മനസ്സിനകത്ത് ഒരു വിഷമം ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഇത് വേറെ എന്തെങ്കിലും പ്രോബ്ലത്തിൻ്റെ തുടക്കമായിരിക്കുമെന്ന്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോവാ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ പറഞ്ഞു എക്സർസൈസൊക്കെ ചെയ്യും, പിന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് എന്തെങ്കിലും മെഡിസിൻസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം എന്നും പറഞ്ഞു. അതിന് ശേഷം ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇത് മാത്രം മതിയോ ഡോക്ടറെ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ന്യൂക്ലിയർ സ്റ്റഡി നടത്താമെന്ന് പറഞ്ഞു. ന്യൂക്ലിയർ സ്റ്റഡി നടത്തിയപ്പോഴാണ് അറിഞ്ഞത് അതിനകത്ത് ചെറിയൊരു നാരോയിങ് കാണുന്നുണ്ടെന്ന്. ഡോക്ടർ എന്നോട് പറഞ്ഞു, നമുക്ക് വേറെ മെഡിസിൻസ് തുടങ്ങാം, നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുമോ അപ്പോൾ നിങ്ങൾ നാട്ടിൽ പോയിട്ട് ഒരു ആൻജിയോ ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഈ നാരോയിങ് കാണുന്നത് മിഷീൻ്റെ അതിൽ കാണുന്നത് ഒരു ഷാഡോ ആയിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിലും നിങ്ങളിതൊന്ന് ചെയ്യുന്നത് നല്ലതാണെന്നും പറഞ്ഞു. അങ്ങനെ 1 വർഷത്തിനോടടുത്തു. എന്നിട്ടും ആൾക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്, നാട്ടിൽ പോകാനോ ഇങ്ങനെ ചെക്ക് ചെയ്യാനോ ഒന്നും ഒട്ടും തന്നെ താല്പര്യമില്ല. ആ ഒരു അവസരത്തിൽ ഹസ്ബൻഡിൻ്റെ അനുജൻ ലീവിന് വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡ് അറിയാതെ ഒന്ന് വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു പ്രോബ്ലം ചേട്ടനുണ്ട്, അപ്പോൾ ചേട്ടന് അടുത്ത മാസം നാട്ടിലേക്ക് വരേണ്ട ഒരു അത്യാവശ്യമുണ്ട്, അപ്പോൾ എങ്ങനെയെങ്കിലും ആൾക്ക് വേണ്ടിയിട്ട് ആളോട് അറിയാതെ തന്നെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ആളെ കാണിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആൾ അപ്പോയിൻമെൻ്റ് എടുത്തു, കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ആൻജിയോ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ആൻജിയോ ചെയ്തപ്പോഴാണ് അത് നമ്മൾ അറിഞ്ഞത് 90% ബ്ലോക്ക്, LADയിൽ 90%, എബവ് 90% ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഓൾമോസ്റ്റ് 90% ബ്ലോക്കായിരുന്നു. അപ്പോൾ അതൊരു തോന്നൽ, ഞാൻ ഇങ്ങനെ നിർബന്ധിച്ച് ആളെ വിട്ടതും ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്.
ആൾക്ക് ഇങ്ങനെ പെയിൻ വന്നെങ്കിലും മറ്റ് അങ്ങനെ ഒരു കാര്യമായിട്ട് ഹൃദയത്തിനായിട്ട് ഹാർട്ടിന് അതൊന്നും ബാധിച്ചിട്ടില്ല. അങ്ങനൊരു പെയിൻ വന്നു. അത് മറ്റു എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആൻജിയോ ചെയ്ത്. യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം 4-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നമ്മോടും ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ദൈവത്തോട് നാം കൂടുതൽ ചേർന്ന് നിൽക്കണം. അങ്ങനെ നാം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം, ഒരനുഭവം എനിക്ക് ഉണ്ടായത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിൻസി UAE വന്നിട്ട് അധികം നാളായില്ലല്ലോ. എങ്കിലും പ്രിൻസിയുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ പ്രഘോഷിക്കണം അല്ലെങ്കിൽ പറയണം എന്ന് തോന്നലുണ്ടാക്കിയ ഒരു ജീവിതാനുഭവം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയാമോ? ചേച്ചിക്ക് അറിയാമല്ലോ, ഞാനിവിടെ വന്നിട്ട് അധികം നാളായില്ല, UAE വന്നിട്ട്. അപ്പം UAE വരണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അന്നേരം ഇവിടുത്തെ എക്സാം പാസ്സാകണം, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുള്ളത് കൊണ്ട്. അപ്പോൾ എനിക്ക് എക്സാം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടും പിന്നെ ഇത് ഉടനെ എഴുതിയാൽ എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആദ്യം ഒന്നും ചിന്തിച്ചിട്ടുന്നില്ല. അങ്ങനെ 2021 നവംബറിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇതുപോലെ ഓൺലൈൻ കോച്ചിങ് നടത്തുന്നുണ്ട്, ഓൺലൈനായിട്ട് നിനക്ക് പഠിച്ച് നിനക്ക് എക്സാം പാസ്സാകാൻ പറ്റും, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനെന്നാൽ DHA എക്സാം എഴുതാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. ആ സമയത്ത് അപ്പം ഓൺലൈനായിട്ട് എക്സാം എഴുതുമ്പം കുറച്ച് പാടായിരിക്കും, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ടെൻഷൻ മൂലം ഞാൻ 1 മന്ത് ഹോസ്റ്റലിൽ പോയി നിൽക്കാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 1 മന്ത് ഹോസ്റ്റലിൽ പോയി നിന്ന് പഠിച്ച് വരാം എന്നുള്ളത്. അതിന് മുമ്പേ ഞാൻ നമ്മുടെ കൊറോണ ടൈമിലാണ് ഞാൻ കൃപാസനം എന്ന ആലപ്പുഴയിലുള്ള ഒരു ദേവാലയത്തിൽ പോവുകയും അവിടെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും ഒരുമിച്ചാണ് അവിടെ പോയത്. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് വഴി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് കൃപാസനത്തിൽ പോയി ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. 6 നിയോഗങ്ങളിൽ ഒന്ന്, എനിക്ക് ഒരു ഗവൺമെൻറ് ജോലിയുടെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം കൊറോണ ടൈമിൽ പിന്നെ ഞങ്ങൾക്ക് കണ്ടിന്യൂസ് പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ കൊറോണ മൂലം എല്ലാം അടച്ചിട്ട് മൂലം ഞങ്ങൾക്ക് പിന്നെ പള്ളിയിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഓൺലൈനായിട്ട് ഇതിൻ്റെ യൂട്യൂബ് വഴി ശുശ്രൂഷകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്നാലും ഇടയ്ക്ക് വെച്ചത് മുടങ്ങിപ്പോയി. പിന്നെയാണ് ഞാൻ ഇത് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നവംബറിൽ ജോയിൻ ചെയ്യുന്നതും. ആ ടൈമിൽ ഹോസ്റ്റലിൽ വന്ന് നിന്നപ്പോഴാണ് എനിക്ക് അപ്പോൾ എൻ്റെ ആ ഒരു പ്രാർത്ഥന ഒക്കെ മുടങ്ങിപ്പോയായിരുന്നു. കൊറോണയുടെ ടൈമിൽ നമ്മൾ പള്ളിയിലൊന്നും പോകാതിരുന്ന എൻ്റെ ആ പ്രെയർ മുടങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ വന്ന് നിന്നപ്പം എനിക്ക് വേറെ കൂട്ടുകാര്യങ്ങളോ ഒന്നുമില്ല, ആരുമില്ല, ഞാൻ തനിച്ചേ ഉള്ളൂ ഹോസ്റ്റലിൽ. അപ്പം ഞാൻ വീണ്ടും എനിക്ക് മാതാവിനോട് പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടും എന്നോട് പറഞ്ഞു, നമുക്ക് അത് ഒന്നുകൂടെ ഇതിനു വേണ്ടി ട്രൈ ചെയ്യാം, നീ പ്രാർത്ഥിക്കും, മാതാവ് കൈവിടത്തില്ല, നീ എന്നും ജപമാല മുടക്കാതെ നീ പ്രാർത്ഥിച്ച് നോക്ക്, മാതാവ് നിനക്ക് തരും. അങ്ങനെ ഒരു വിശ്വാസത്തിൽ ഞാൻ ആഴപ്പെടാനും അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ജപമാല ചൊല്ലി ഓരോ കാര്യങ്ങളും ഞാൻ ജപമാല എന്തെങ്കിലും കാരണവശാൽ രാവിലെ ചൊല്ലാതെ വല്ലതും പോവുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത് ജോലിയിലായാലും എങ്ങനെയായാലും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് കഴിവതും ഞാൻ ജപമാല മുടക്കാതെ എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടി നോക്കും. അങ്ങനെ എക്സാമിൻ്റെ ടൈമിൽ ആ ഒരു കൊറോണയുടെ ടൈമായിരുന്നു. അപ്പം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എക്സാം എഴുതാൻ പോകാനും ഒക്കെ. അതിൽ ആ ടൈമിലൊന്നും എനിക്ക് കൊറോണയൊന്നും വരാതെ മാതാവ് എന്നെ സംരക്ഷിച്ചു. എക്സാം ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അങ്ങനെ എക്സാം പാസ്സായി ഞാനിവിടെ എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ജൂൺ 2022 ദുബായിൽ വരുന്നത്. ആ ടൈമിൽ ഫസ്റ്റ് വിസിറ്റിൽ ഞാൻ കുറേ അടുത്ത് മെയിലൊക്കെ അയച്ചു, ഡയറക്റ്റ് ക്ലിനിക്കുകളിലൊക്കെ പോയി ബയോഡേറ്റ കൊടുത്തു. അപ്പോഴെല്ലാം എല്ലായിടത്തുനിന്നും പറയുന്നത് പിന്നെ രജിസ്റ്റേർഡ് നേഴ്സിനെ മതി, ഞാനൊരു GNM സ്റ്റാഫാണ്, അപ്പം രജിസ്റ്റേർഡ് നേഴ്സിനെ മതി, അങ്ങനെ ഒരു കണ്ടീഷൻസ് ആയിരുന്നു പറയുന്നത്. അല്ല ചിലയിടത്തുനിന്ന് വിളിക്കുവാണെങ്കിൽ തന്നെയും അവർ പറയുന്നത് പിന്നീട് നിങ്ങളെ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാവും, പക്ഷേങ്കിൽ പിന്നീട് അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എങ്ങൊന്നും എന്നെ വിളിച്ചിട്ടില്ല. അങ്ങനെ
എനിക്ക് ആകെ ഫസ്റ്റ് വിസിറ്റ് കഴിഞ്ഞു, സെക്കൻഡ് വിസിറ്റ് ഞാൻ റിന്യൂ ചെയ്തു. ആ സെക്കൻഡ് വിസിറ്റ് റിന്യൂ ചെയ്ത ടൈമിലും ഒരുപാട് വിഷമിച്ചു. കാരണം ഹസ്ബൻഡിൻ്റെ ഒരു ചെറിയൊരു ശമ്പളത്തിലാണ് ഞങ്ങൾ അന്ന് അവിടെ ദുബായിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം സാമ്പത്തികമായിട്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ ടൈമിൽ. ഹസ്ബൻഡ് പറഞ്ഞു ഇനി നമുക്ക് ഒരു വിസിറ്റും കൂടെ എടുക്കാൻ എങ്ങനെയാണെന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു MOHലോട്ട് കൺവേർട്ട് ചെയ്താൽ ചിലപ്പം കുറച്ചും കൂടി ജോലി സാധ്യത കിട്ടാൻ സാധ്യതയുണ്ട്, കൺവേർട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഷാർജ MOHലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തനിച്ച് റൂമിൽ, ഞാൻ ആ ടൈമിലൊക്കെയും നേരത്തെയൊക്കെ ഫേസ്ബുക്കും ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം എനിക്ക് അന്ന് ആ റൂമിലിരിക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ അച്ഛന്മാരുടെ ധ്യാനങ്ങളും പ്രാർത്ഥനകളും മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങളും ഒക്കെ മാത്രം കേട്ട് റൂമിൽ ആയിരിക്കും. എപ്പോഴും വചനങ്ങളൊക്കെ എഴുതി പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ എന്നെ മറ്റുള്ളവരൊക്കെ പറയുമായിരുന്നു, ദൈവത്തെ നീ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത്. കാരണം ഞാൻ റൂമിന് വെളിയിൽ പോലും അങ്ങനെ ഇറങ്ങാറില്ല. എപ്പോഴും ഒന്നുകിൽ പുറത്തെവിടെയെങ്കിലും പോയി CV ഒക്കെ കൊടുത്ത് വന്നിട്ട് റൂമിൽ തന്നെ, കഴിവതും റൂമിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥനയിൽ മാത്രം ചേർന്ന് നിൽക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. കാരണം എനിക്ക് വേറെ ഒരു ഇതുമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചത് അതാണ്. എന്നെ വെറുതെ ഇവിടുന്ന് തന്നെ വെറും കൈയോടെ പറഞ്ഞു വിടല്ലേ എന്നൊരു പ്രാർത്ഥനയുള്ളായിരുന്നു. ആ സമയത്ത് എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയൊരു അധ്യായമാണ് ലൂക്ക 18-ാം അധ്യായം. അതിലിങ്ങനെ പറയുന്നുണ്ട്, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ഈശോ ഒരു ഉപമ പറയുന്നുണ്ട്. അതിൻ്റെ 18 ലൂക്ക 18:7 ഇങ്ങനെ പറയുന്നു, അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ എന്നൊരു വചനം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, രാവും പകലും ഞാൻ വിളിച്ചു ദൈവത്തോട് കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നില്ലെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ആ സമയത്തൊക്കെയും ഞാൻ സൺഡേയിൽ എല്ലാ ദിവസവും കഴിയുന്ന ദിവസങ്ങളിലൊക്കെയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. നമ്മുടെ ദുബായിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. പക്ഷേങ്കിൽ അന്ന് ഞാൻ നേഴ്സസ് മിനിസ്ട്രിയെ പറ്റി കേട്ടെങ്കിലും അതെന്താണെന്ന് കൂടുതലായിട്ട് അറിയാൻ ഞാൻ ശ്രമിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഡിസംബറിൽ അജ്മാനിൽ വെച്ചൊരു വാക്കിംഗ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ വാക്കിംഗ് ഇൻ്റർവ്യൂവിന് ഞാൻ അവിടെ ഒരുപാട് സ്റ്റാഫ് ഉണ്ടായിരുന്നു അവിടെ വാക്കിംഗ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. ആ ഇൻ്റർവ്യൂവിന് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ കുറേ പേരുമായിട്ട് പരിചയപ്പെട്ടു. പക്ഷേങ്കിൽ അപ്പോൾ എനിക്ക് ഒരു സിസ്റ്ററിനെ അവിടെ പരിചയപ്പെടാനിടയായി. ആ സിസ്റ്റർ എന്നോട് പറഞ്ഞത് വേറൊന്നും എന്നോട് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞത്, സിസ്റ്റർ വിഷമിക്കണ്ട, മാതാവ് കൂടെയുണ്ട്, മാതാവ് കൈവിടത്തില്ല, നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നൊരു ഗ്രൂപ്പുണ്ട്, ഞാൻ സിസ്റ്ററിനെ അവിടെ ആഡ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ദുബായ് നേഴ്സസ് മിനിസ്ട്രിയിൽ ആ സിസ്റ്റർ മുഖേനയാണ് എന്നെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത്. ഡിസംബറിൽ ഞാനങ്ങനെ ആ ഗ്രൂപ്പിൽ ആഡായിട്ട് ഞാൻ ഡിസംബർ ഒരു 3rd വീക്കിൽ അവിടെ സാറ്റർഡേയിലെ പ്രെയറിന് ഞാനും ഹസ്ബൻഡും കൂടെ പോയി. ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഞങ്ങൾ അന്ന് ഞങ്ങളുടെ നിയോഗം വെച്ച്, അന്ന് കുറച്ച് പേരുണ്ടായിരുന്നു, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് അന്ന് എനിക്ക് കുമ്പസാരിക്കണമെന്ന് മനസ്സിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ UAE വന്നിട്ട് പിന്നെ നാട്ടിൽ നിന്ന് കുമ്പസാരിച്ചതാണ്, പിന്നെ UAE വന്നിട്ട് കുമ്പസാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് കുമ്പസാരിക്കണം എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടായി. ഞാനപ്പോൾ അവിടെ അന്വേഷിച്ചപ്പം പറഞ്ഞു കുമ്പസാരം നടക്കുന്നുണ്ട്, ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് അവിടെ പോയി ഞാനും ഹസ്ബൻഡും കുമ്പസാരിച്ചു, ഒരുങ്ങി പ്രാർത്ഥിച്ചു, കുർബാന കൈക്കൊണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ടും വേറെ ഒന്നും വിളിക്കുന്നൊന്നുമില്ല. ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ജനുവരി 1 ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക്, ഞാൻ നേരത്തെ അവിടെ CV അയച്ചിട്ടുണ്ടായിരുന്നു. അവർ അന്നത് എനിക്ക് നവംബറിലേക്ക് എനിക്ക് ഇവിടെ ജോയിനിങ് പറഞ്ഞതാണ് ഈ സെയിം ഹോസ്പിറ്റലിൽ. പക്ഷേ എങ്കിൽ അന്ന് അവർ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ അവർ അത് മുന്നോട്ട് പോയില്ല. ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ, സെയിം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എന്നെ ജനുവരി 1 എനിക്കൊരു മെയിൽ വരുവാണ്, അവിടെ ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞൊരു മെയിൽ വന്നു. ഞാനങ്ങനെ ജനുവരി 4 ജോയിൻ ചെയ്യുന്നു. അപ്പം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഈ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്ന് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. നേരത്തെയും എനിക്ക് വേണമെങ്കിൽ നേഴ്സസ് മിനിസ്ട്രിയോടൊക്കെ ചേരായിരുന്നു, അവസരങ്ങളൊക്കെ കിട്ടിയിട്ടും ഞാൻ അന്ന് അതൊന്നും ഉപയോഗിച്ചിരുന്നില്ല, എന്താണെന്ന് അന്വേഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നേഴ്സസ് മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിച്ച്
ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുത്ത് നിന്നപ്പോൾ, ദൈവത്തെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങി, മറ്റെന്തിനേക്കാളും ഉപരി നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പം ഈ കൂട്ടായ്മയിൽ വന്നത് മൂലം അതെനിക്കൊരു അനുഗ്രഹമായി മാറിയെന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ ദൈവം ഞങ്ങളെ കരുതിയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. 2018 ഫ്ലഡ് ഉണ്ടായിരുന്ന സമയം നമുക്കെല്ലാവർക്കും മറക്കാൻ പറ്റാത്തതാണല്ലോ. ആ സമയത്ത് എൻ്റെ മൂത്ത മോള് അവൾ എറണാകുളത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അവൾക്ക് അവിടെ നിന്ന്, ഞങ്ങളുടെ വീട് തൃശ്ശൂരാണല്ലോ, അപ്പോൾ അങ്ങോട്ട് വരാനായിട്ട് ഇവൾക്ക് പറ്റുന്നില്ല. റോഡുകളൊക്കെ ബ്ലോക്കായി, ബസ്സില്ല. അപ്പോൾ ഇവളാകെ വിഷമിച്ച് പോയി. ഇനി എന്ത് ചെയ്യണം, വീട്ടിലേക്ക് വരാനായിട്ട് ഹോസ്റ്റലില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വിളിക്കുന്നുണ്ട്. ഫ്ലഡ് എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയമാണല്ലോ. ഞാൻ വിളിക്കുന്നുണ്ട്, റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് ഞങ്ങളുടെ കോളും കിട്ടുന്നില്ല, അവളുടെ കോളും ഞങ്ങൾക്കും കിട്ടുന്നില്ല. അപ്പം ഞങ്ങളൊക്കെ ആകെ വിഷമിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവള് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നീന്തി, മുട്ടിനും മുകളിലായിരുന്നു എന്ന് പറഞ്ഞു വെള്ളം. അപ്പോൾ പോണ സമയത്ത് ഒത്തിരി മനുഷ്യർ വിളിച്ച് പറഞ്ഞു, മോളെ നീ അതിൽ പോലെ ബുദ്ധിമുട്ടാകുന്നു. പക്ഷെ ഇവൾക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. അപ്പോൾ ബസ്സില്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോയെങ്കിലും കിട്ടണ്ടേ. ഒന്നും കിട്ടാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ അവൾ കുറച്ച് ദൂരം വെള്ളത്തിൽ കൂടെ തന്നെ നീന്തി തന്നെ പോയി. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ വെള്ളം കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറെ കണ്ടു. ആൾ പെട്ടെന്ന് ഇവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ അവൾ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തേക്ക് അവൾക്ക് വരാൻ പറ്റിയില്ല. കാരണം ആ സൈഡ് മുഴുവനും വെള്ളത്തിൽ കംപ്ലീറ്റ് മുങ്ങിപ്പോയി കിടക്കുമായിരുന്നു. റോഡുകളൊന്നും തന്നെ കാണാൻ പറ്റുന്ന വിധത്തിലുണ്ടായിരുന്നില്ല. അവൾ തൃശ്ശൂർ അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ 4 ദിവസം അവൾ ആ വീട്ടിൽ നിന്നു. വലിയൊരു പ്രൊട്ടക്ഷൻ. ആ സമയത്തൊക്കെ നമ്മൾ നേഴ്സസ് മിനിസ്ട്രിയോട് ചേർന്ന് നിന്ന് ഒത്തിരി നന്നായി പ്രാർത്ഥിക്കുന്നൊരു സമയങ്ങളൊക്കെ ആയിരുന്നു. സങ്കീർത്തനം 34:7 പറയുന്നു, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കും. ഹല്ലേലൂയ. ദൈവം ഇത്രത്തോളമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ചേച്ചി ഇപ്പോഴും ദൈവത്തിൻ്റെ വലിയൊരു കരുതലിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിലും അതുപോലെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ഇവിടെ കൽബയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ ആരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഹസ്ബൻഡാണ് ദുബായിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് ആരെയായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. അന്നിപ്പോൾ എന്നെ ഇവിടെ എവിടെയെങ്കിലും ഒരു സുരക്ഷിത സ്ഥാനത്ത് ആക്കിയിട്ട് ഹസ്ബൻഡിന് തിരിച്ചു പോകണം. ആ ടൈമിൽ റൂമിന് വേണ്ടി ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ ഹസ്ബൻഡ് അവരുടെ വണ്ടിയിൽ തന്നെ നമുക്ക് റൂം കറക്റ്റ് നല്ലൊരു റൂം കണ്ടുപിടിച്ച് തരികയും അന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന ഫുഡായാലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി ഞങ്ങളെ സഹായിച്ചു. റൂമിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അവർ. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഞാൻ റൂമിലിരുന്ന് നേരത്തെ ബൈബിൾ വാക്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഞാൻ എഴുതിയൊരു വാക്യം ഞാൻ ഓർക്കുമായിരുന്നു. യെശയ്യാ 45:2-3. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ഈ വാക്യങ്ങൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഡയറിയിൽ എഴുതി പ്രാർത്ഥിച്ച ഒരു വചനമാണ്. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിലോർത്തു, ദൈവം എല്ലാം നമുക്ക് മുമ്പേ പോയി എല്ലാം അവിടെ റെഡിയാക്കി. കാരണം ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ആരും ഇല്ലായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. അപ്പം ദൈവം എല്ലാം മുന്നേ അറിഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം അവിടെ കരുതി വെച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്കെങ്ങനെ പള്ളിയിൽ പോകാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഇവിടുന്ന് ഫുജേറയിലാണ് പള്ളി പോകേണ്ടത്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെങ്കിൽ ഫുജേറയിൽ പോകണം. അപ്പോൾ എനിക്കിവിടെ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ ഞാൻ ദുബായിൽ നേഴ്സസ് മിനിസ്ട്രിയിലുള്ള ചേച്ചിയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, നേഴ്സസ് മിനിസ്ട്രി ഫുജേറയിലും ഉണ്ട്, അതിൽ ഗ്രൂപ്പിൽ നിന്നെ ആഡ് ചെയ്യാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയാണ് എനിക്ക് നമ്മുടെ ഫുജേറയിലെ നേഴ്സസ് മിനിസ്ട്രിയുടെ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്യുന്നതും. അപ്പം ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഓർത്തു, ഇനി എങ്ങനെ എവിടെ ആയിരിക്കും, എനിക്ക് ഒരാൾ കൂടെ അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി വരാമല്ലോ എന്നുള്ളതൊക്കെ ഭാരപ്പെട്ടിരുന്നപ്പം തന്നെ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത ബിൽഡിങ്ങിൽ തന്നെ എനിക്ക് ഒരു ചേച്ചിയോടൊപ്പം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ശനിയാഴ്ചയും ഞായറാഴ്ചയും എനിക്ക് ഓഫാണ്. ആ ദിവസങ്ങളിൽ ഒക്കെയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള അവസരം എനിക്ക് ലഭിച്ചു. അതൊക്കെയും ഈ നേഴ്സസ് മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ
നമ്മുടെ ഗ്രൂപ്പിലുള്ള പ്രെയർ മീറ്റിങ്ങുകളാണെങ്കിലും ചെയിൻ റോസറി, അതൊക്കെ ദിവസവും നമ്മളത് കൂടുന്നത് മൂലം ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം ദൈവത്തിൻ്റെ ഭയങ്കരമായ ഒരു ഇടപെടൽ എനിക്ക് അനുഭവപ്പെട്ടത്, നമ്മുടെ വിസയുടെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് മെഡിക്കൽ ചെയ്യാൻ പറഞ്ഞു. മെഡിക്കൽ ചെയ്യുന്നതിന് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് ചെറിയൊരു പനിയും കഫും ഒക്കെ ഉണ്ടായിരുന്നു. മെഡിക്കൽ ചെയ്തപ്പോൾ എക്സ്റേ എടുത്ത് ആ ടൈമിൽ അവർ പറയുന്നത് സജസ്റ്റിംഗ് ഫോർ TB എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ വീണ്ടും ദൈവത്തോട് ചോദിച്ചു, എൻ്റെ റിസൾട്ട് മാത്രം വരുന്നില്ല, എൻ്റെ കൂടെ വന്ന എൻ്റെ കൂട്ടുകാരിയുടെ റിസൾട്ട് വന്നു. അപ്പോൾ എൻ്റെ റിസൾട്ട് വരാഞ്ഞിട്ട് ഞാനവിടെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്, ചെസ്റ്റ് എക്സ്റേയിൽ ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട്, ഇപ്പം TB ആണോ എന്ന് അവർക്ക് ഡൗട്ടുണ്ട്. വീണ്ടും ബ്ലഡും നമ്മുടെ സ്പ്യൂട്ടും ഒക്കെ ടെസ്റ്റിന് വിട്ടു, എക്സ്റേ റിപ്പീറ്റ് ചെയ്യണോ എന്നവർ പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ദൈവത്തോട് ചോദിച്ചു, ഇവിടം വരെ ഒരുപാട് ബുദ്ധിമുട്ടി എനിക്കൊരു ജോലി ദൈവം തന്നു, ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ലയോ? ഇങ്ങനെ ഒരു പരീക്ഷണം എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ ഒരുപാട് ദൈവത്തോട് ചോദിച്ചു, എന്താണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ആ ടൈമിൽ ഞാൻ പെട്ടെന്ന് നേഴ്സസ് മിനിസ്ട്രിയിൽ വിളിച്ച് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഇതുപോലെ എക്സ്റേ എടുത്തപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം ചേച്ചി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നമുക്ക് ഒരുമിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാം, നീ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നിടത്ത് ഞാൻ പോയിരുന്ന് ഒരുപാട് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ ടൈമിൽ ഞാൻ പെട്ടെന്ന് കൊന്തയെടുത്ത് മാതാവിനോട്, ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഒരിക്കലും എന്നെ ഇവിടുന്ന് തിരിച്ചു വിടാനിടയാക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സ്പ്യൂട്ടത്തിൻ്റെ റിസൾട്ട് വന്നു, അവർ പറഞ്ഞു നെഗറ്റീവാണ്, കുഴപ്പമില്ല, എന്നാലും എക്സ്റേ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എന്നെ എക്സ്റേ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. ഞാനവിടെ എക്സ്റേ എടുക്കാൻ ചെന്ന ടൈമിൽ പിന്നെ എന്നോട് പറഞ്ഞത്, ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്, നീ പ്രാർത്ഥിച്ച് എക്സ്റേ എടുക്കാൻ കയറിക്കോളൂ, യാതൊരു പ്രശ്നങ്ങളും നിനക്കുണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ടൈമിൽ എക്സ്റേയുടെ ഫ്രണ്ട് വാതിലിൽ ആരും കണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പക്ഷേങ്കിൽ അവിടെ നിന്ന് കൊന്തയെടുത്ത് കൈപ്പിടിച്ച് മുട്ടുകുത്തി നിന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ സന്തോഷത്തോടെ ഇറങ്ങി വരാൻ ഇടയാക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എക്സ്റേ റിപ്പീറ്റ് ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് യാതൊരു വിധമായ പ്രശ്നങ്ങളും എനിക്കില്ല. എക്സ്റേ പൂർണ്ണമായും നെഗറ്റീവാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ തന്നെ എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും വിസയ്ക്ക് വേണ്ടിയുള്ള പ്രോസസ്സിങ് ആരംഭിക്കുകയും ചെയ്തു. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത്, ദൈവം എൻ്റെ കൂടെ തന്നെയുണ്ട്, മാതാവും ഈശോയും കൂടെയുണ്ട്, എന്നെ കരം പിടിച്ച് നടത്തുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു അടയാളമായിട്ടാണ് ഞാനത് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിൻസിയുടെ ജീവിതത്തിൽ കർത്താവ് എത്ര വലിയൊരു അനുഗ്രഹം ചൊരിഞ്ഞു തന്നല്ലേ, അതിനോർത്ത് നമുക്ക് കർത്താവ് നന്ദി പറയാം. അതുപോലെ തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ ജോലി മേഖലയിൽ കർത്താവ് ഒത്തിരി കൃപകൾ ചൊരിഞ്ഞു തരുന്നുണ്ട്. ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം പീഡിയാട്രിക് OPDയിൽ അവളുടെ 3ാമത്തെ കൊച്ചിനെയും കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, ചേച്ചി മോനൊന്ന് അവൾ എന്നോട് ഇങ്ങനെയാണ് ആദ്യം പറഞ്ഞത്, അവനൊരു ഉഷാറ് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പനിയുണ്ടോ എന്ന് വെച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല പനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ വെറുതെ ചെക്ക് ചെയ്തപ്പോൾ 38.9 ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോന് പനിയുണ്ടല്ലോ, പിന്നെ അവന് യൂറിൻ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, അപ്പോൾ തന്നെ അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അൾട്രാസൗണ്ട് ചെയ്തപ്പോഴാണ് അറിയുന്നത് കൊച്ചിന് കിഡ്നിയിൽ ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിൻ്റെ കണ്ടീഷൻ പെട്ടെന്ന് കണ്ടീഷൻ മോശമായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പീഡിയാട്രിക് ICUയിൽ കൊച്ചിനെ അഡ്മിറ്റ് ചെയ്ത് ഞാൻ കൊച്ചിനെ വാടി കൊണ്ടുവിട്ട് ഞാൻ തിരിച്ചു വന്നു. വിളിച്ചു ചോദിച്ചു, കൊച്ചിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ഇപ്പോൾ പറഞ്ഞു, ചേച്ചി അവൻ കണ്ണ് ഇങ്ങനെ അടച്ച് കിടക്കുകയാണ്, കണ്ണ് തുറക്കുന്നില്ല, കണ്ടീഷൻ ഓരോ നിമിഷം ചെല്ലുന്നവരും മോശമായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ ഡ്യൂട്ടി കഴിയുന്നതോടുകൂടി ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങോട്ട്. അപ്പോൾ എൻ്റെ പോക്കറ്റിലൊരു കൊന്തയുണ്ടായിരുന്നു, ഞാൻ ആ കൊന്തയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോയിട്ട് ഞാൻ കൊച്ചിൻ്റെ പില്ലോയുടെ അടിയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമുണ്ടാവില്ല, എല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ആ കൊന്ത വെച്ച് പോയ ആ നിമിഷം മുതൽ
മോന് മാറ്റം വന്നു. അപ്പോൾ ഞാൻ ഈ കൊന്ത വെച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മാതാവേ ഈ മോന് സൗഖ്യം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ഞാൻ പള്ളിയിൽ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിച്ചേക്കാമെന്ന്. അപ്പോൾ അവരൊരു അക്രൈസ്തവ ഫാമിലി ആയതുകൊണ്ട് അവർക്ക് ഈ ഇങ്ങനൊരു നമ്മുടെ പള്ളിയെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തമായിട്ടുള്ള അറിവില്ല അവർക്ക്. അപ്പം ഞാൻ അത് ഇവൾക്ക് പറഞ്ഞപ്പോൾ ഇവൾക്കൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു, ഒരു അത്ഭുതം. അതും തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്മാർക്കും അതൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. കാരണം കൊച്ച് കണ്ണടച്ചിരുന്ന കൊച്ച് കൊന്ത വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തന്നെ കൊച്ച് വളരെയധികം ബെറ്ററായി. അങ്ങനെ കൊച്ചിന് സൗഖ്യമായി. ഞാൻ പള്ളിയിൽ അവരുടെ ഞാനും ഹസ്ബൻഡും കൂടി അവരുടെ വീട്ടിൽ പോയി അവരുടെ ഫാമിലീനെ പള്ളിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഇത് വലിയൊരു അനുഭവമായിരുന്നു. അവൾ പറഞ്ഞത്, ചേച്ചി ഞാനിത് എല്ലാവരോടും പറയും, എനിക്കിത് വലിയൊരു അനുഭവമാണ്. അങ്ങനെ ഒരു അപ്പോൾ കർത്താവ് നോക്കി നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയൊരു കൃപ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലി മേഖലയിലൂടെ നമ്മളെ അനുഗ്രഹിക്കണേ. രോഗീനെ അനുഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിലൂടെ ഒരു കൊച്ചിനിങ്ങനെ ഒരു നമ്മൾ തൊട്ട ഒരു കൊച്ചിനും അങ്ങനെ ഒരു സൗഖ്യം കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയൊരു ഒരു അത്ഭുതം തന്നെയല്ലേ. പ്രിയമുള്ളവരെ, നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും എന്നുള്ളതിൻ്റെ അനുഭവങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവച്ചത്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവം ഈ നഴ്സുമാരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറാൻ ക്രൂശിതനിലേക്ക് നമുക്ക് കണ്ണുകളുയർത്താം. സഹനങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് കരയേറിയവൻ നമുക്കെന്നും പ്രത്യാശയായിരിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധയാവട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.